നമസ്കാരം. സമചയ ബ്യൂട്ടി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹൽദി ഫംഗ്ഷൻ എല്ലാവർക്കും ഇപ്പം ഒരു നിർബന്ധമായ ഒരു ഫംഗ്ഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ കല്യാണ ചടങ്ങ് പോലെ ഒരു ചടങ്ങായിട്ട് പണ്ടൊന്നും അത്ര നിർബന്ധമല്ലായിരുന്നെങ്കിലും ഇപ്പോൾ ഇത് നല്ലൊരു എല്ലാവരും നടത്തുന്ന ഒരു ഫംഗ്ഷനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഞ്ഞൾ ഇടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനെ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതും ഉള്ളൊരു ചെറിയ വീഡിയോ ആണിത്. ഹൽദി ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ടൊരു പ്രോബ്ലമാണ് മഞ്ഞൾ സ്റ്റെയിൻ അങ്ങനെ തന്നെ കിടക്കും. ഡ്രസ്സിലായാലും ദേഹത്തായാലും പോകുന്നില്ല. മെഹന്തി ഇടുന്ന കൈകളിൽ മെഹന്തിയൊക്കെ ഇട്ടിട്ടായിരിക്കും ചിലർ ഹൽദി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നൊന്നും പോകുന്നില്ല, അല്ലെങ്കിൽ മെഹന്തി ഡള്ളാവുന്നു. അതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൽദി നമ്മൾ മഞ്ഞൾ വീട്ടിൽ അരച്ചുണ്ടാക്കുന്നത് ഓക്കെ, വീട്ടിൽ പൊടിച്ചെടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്, കസ്തൂരി മഞ്ഞൾ തന്നെ ആയിരിക്കണം. അല്ലാതെ നമ്മൾ സാധാരണ കാണുന്ന മഞ്ഞൾപ്പൊടി അല്ല, കസ്തൂരി മഞ്ഞൾ തന്നെ യൂസ് ചെയ്യണം. അതിൽ തന്നെ ഓർഗാനിക്കായിട്ട് നമുക്ക് ഓൺലൈനിൽ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതൊക്കെ തന്നെ യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം മാക്സിമം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അത് മെൻഷൻ ചെയ്തേക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഹൽദി എടുത്തിട്ട് വെള്ളത്തിൽ കുഴച്ചാണ് വെക്കുന്നത്. അങ്ങനെ ചെയ്യാതെ പാലിൽ മാത്രം മിക്സ് ചെയ്യാം. അതായത് പാലിലാണ്, അതാകുമ്പോൾ പെട്ടെന്ന് സ്റ്റെയിൻ അധികം പിടിക്കത്തില്ല നമ്മുടെ ഫേസിൽ. അപ്പോൾ സ്റ്റെയിൻ നമ്മൾ തേക്കുമ്പം പെട്ടെന്ന് തന്നെ നമ്മൾ മുഖത്ത് ഒട്ടിപ്പിടിക്കുന്നത് വെള്ളമായിട്ട് ഉണങ്ങി പിടിക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ പാലിൽ തന്നെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പാല് പോലെ തന്നെ നമുക്ക് തൈരിൽ വേണമെങ്കിൽ അത് മിക്സ് ചെയ്ത് വയ്ക്കാം. പിന്നെ അതല്ലാതെ അതിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ വേണ്ടിയിട്ട് കടലമാവ് വേണമെങ്കിൽ അതിലൂടെ മിക്സ് ചെയ്യാം. നമുക്കതുപോലെ തന്നെ നമുക്ക് ഈ കടലമാവ് മഞ്ഞൾ അലർജി ഉള്ളവർക്ക് നമുക്ക് ആ ഹെൽത്തി ഫംഗ്ഷൻ എന്തായാലും അറ്റൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിൽ നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ചന്ദനപ്പൊടിയിൽ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് പാലിൽ മിക്സ് ചെയ്ത് തേച്ച് കഴിഞ്ഞാൽ ഏകദേശം മഞ്ഞൾ പോലെ തന്നെ ക്യാമറയിലും വീഡിയോയിലൊക്കെ നമുക്കത് മഞ്ഞളായിട്ട് തന്നെ അത് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടിയിൽ അലർജി ഉണ്ടെങ്കിൽ പേടിക്കേണ്ട. നമുക്ക് നേരിട്ട് ഒന്നിൽ കടലമാവ് കൂടുതൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ചന്ദനപ്പൊടിയും കടലമാവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. അപ്പം ചിലർ ഇടുന്നതിന് മുന്നേ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ സ്റ്റെയിൻ നമുക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഒരു ബാരിയർ പോലെ, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ബേസ് നമുക്ക് അതിലിട്ടിട്ട് നമ്മൾ സ്കിന്നിൽ എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ ഹൽദിയെല്ലാം എന്ത് കളറായാലും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്റ്റെയിൻ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആകത്തില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാരിയർ തന്നെയാണ് നമ്മുടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അതായത് ഡ്രൈ സ്കിന്നുകാർക്ക് അല്ലെങ്കിൽ നോർമൽ സ്കിന്നുകാർക്കൊക്കെ നമുക്ക് ലൈറ്റായിട്ടൊരു ഓയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാം. ഇതിട്ടിട്ട് നമുക്കിപ്പോൾ മേക്കപ്പ് എപ്പോഴും എല്ലാവരും ഇടാറുണ്ടല്ലോ. അപ്പം ഹൽദി ഫംഗ്ഷൻ ആയതുകൊണ്ട് ഫോട്ടോഗ്രാഫി എല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് മേക്കപ്പ് ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ ഇടുന്നതിന് പകരം ഓയിൽ വെറും വെളിച്ചെണ്ണ ഇട്ടിട്ട് നമുക്കത് അതിൻ്റെ പുറത്ത് നമുക്ക്, അതായത് ഒരു മോയ്സ്ചറൈസറിൻ്റെ എഫക്റ്റിൽ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് പുറത്ത് നമുക്ക് അതായത് അങ്ങനത്തെ മേക്കപ്പൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓയിലി സ്കിന്നുകാർക്കാണെങ്കിൽ നമുക്ക് വാസലിൻ പുരട്ടാം. വാസലിൻ ആദ്യം നമുക്കൊരു ഇതുപോലെ എവിടെയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ അവിടെയൊക്കെ നമുക്ക് നന്നായിട്ട് വാസലിൻ പുരട്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ അതൊരു ബേസായിട്ട് കൊടുത്ത് നമുക്കതിൻ്റെ പുറത്ത് മേക്കപ്പ് അപ്ലൈ ചെയ്യാം. ഏറ്റവും കൂടുതൽ നമ്മൾ മഞ്ഞൾ പിടിക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ ഹെയർ റൂട്ട്സ് ഒക്കെയാണ്, പുരികത്തിൻ്റെ ഇവിടെ. അവിടെയൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് വാസലിൻ ഒന്ന് സൈഡിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നവരായാലും വാസലിൻ നമുക്ക് ഓയിൽ നമുക്ക് എപ്പോഴും നിൽക്കത്തില്ലല്ലോ, അത് ഒലിച്ച് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നമുക്ക് വാസലിൻ പുരട്ടിയിട്ട് ഇവിടെ ഈ സ്റ്റെയിൻ മുടിയിലൊക്കെ, അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഓയിൽ ഫീൽ വരരുതല്ലോ, അപ്പോൾ അതിന് വേണ്ടി എന്നിട്ട് ഇവിടെയൊക്കെ നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് മേക്കപ്പ് യൂസ് ചെയ്യും. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല ടയേർഡാവും. ഒരു ഫംഗ്ഷൻ കഴിയുമ്പോഴത്തേക്ക് ഓടിപ്പോയി കിടക്കരുത്. വെറുതെ വാഷ് ചെയ്യാനും പാടില്ല, വെള്ളം എടുത്ത് വാഷ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ഓൾറെഡി ഓയിൽ ബേസ് ഇട്ടേക്കുന്നുണ്ട്, ഓയിൽ മയം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓയിൽ കൊണ്ട് മാത്രമേ നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വെളിച്ചെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് മേക്കപ്പ് റിമൂവർ. അതുകൊണ്ട് തന്നെ അതിന് ആദ്യം ഈ മഞ്ഞളൊക്കെ ഒന്ന് വെറ്റ് ടിഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് തുടച്ചതിന് ശേഷം നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് മുഖം നന്നായിട്ട് അതിനെ തുടച്ച് മാറ്റി, തുണി കൊണ്ടോ കോട്ടൺ കൊണ്ടോ അല്ലെങ്കിൽ വെറും ടിഷ്യൂ കൊണ്ടോ തുടച്ച് മാറ്റിയതിന് ശേഷം അതിൻ്റെ പുറത്ത്
നമുക്ക് ഫേസ് വാഷ് യൂസ് ചെയ്ത് വാഷ് ചെയ്യാം. അത് 2 പ്രാവശ്യം കഴുകിയാലും പ്രോബ്ലം ഇല്ല. കാരണം ഓയിൽ മുഖത്തിരിക്കാൻ പാടില്ല. പിറ്റേ ദിവസമൊക്കെ ഫങ്ഷൻ മേക്കപ്പ് വരും. അതുകൊണ്ട് തന്നെ അതിൻ്റെ അത് റിമൂവ് ചെയ്യാനായിട്ട് നമുക്ക് നന്നായിട്ട് ഓയിൽ വെച്ച് 2 പ്രാവശ്യമെങ്കിലും ഒരു ക്ലെൻസിങ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഓയിൽ വെച്ച് നമ്മൾ ഫേസ് വാഷ് 2-3 പ്രാവശ്യം ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആവും സ്കിന്നിൽ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഒരു പാല് വെച്ച് നമുക്ക് മുഖത്ത് ഒന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി പാല് ഒന്നൊരു കോട്ടണിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് മുഖത്തൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കാൻ വിട്ട് വെറുതെ പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോയ്സ്ചറൈസറിന് പകരമായിട്ട് അത് കിടക്കും. ഇപ്പം രാവിലെ എണീറ്റിട്ട് പിന്നെയും നമ്മൾ മുടിയുടെ ഇടയിലും ഇതൊക്കെ ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്രയും കടുപ്പമുള്ള മഞ്ഞളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് മഞ്ഞൾ പറ്റാൻ ചാൻസസ് ഉണ്ട്, നിൽക്കാൻ ചാൻസസ് ഉണ്ട്. ഈ കഴുത്തിൻ്റെ അങ്ങോട്ടൊക്കെ കുറച്ച് ഡ്രൈ ആയതുകൊണ്ട് നമുക്ക് അവിടെയൊക്കെ നമുക്ക് സ്റ്റെയിൻ ആയിട്ടിരിക്കാൻ ചാൻസസ് ഉണ്ട്. സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് സ്റ്റെയിൻ കാണാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു സ്ക്രബിങ് കൊടുത്ത് തന്നെ അത് മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നതാണ് ഷുഗർ പ്ലസ് ഹണി പ്ലസ് 2 drops ലെമൺ ജ്യൂസ്. അതായത് കുറച്ച് മാത്രം 2 തുള്ളി മാത്രം മതി. അതും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് സ്ക്രബ്, ഒരു റൗണ്ട് മസാജിൽ എവിടെയൊക്കെയാണോ സ്റ്റെയിൻ പോവാതെ കിടക്കുന്ന മുടിയുടെ ഇടയിലായാലും നമുക്ക് അവിടെയൊക്കെ ഒന്ന് ഇത് വെച്ച് റബ്ബ് ചെയ്ത് നമുക്ക് ആ സ്റ്റെയിൻ റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ നമ്മുടെ നഖത്തിൻ്റെ ഇടയിലും ഒക്കെ പോവാതിരിക്കുന്ന, നഖത്തിലൊക്കെ പെട്ടെന്ന് നമ്മൾ പുളിശ്ശേരി കഴിച്ചാൽ പോലും നമ്മുടെ നഖത്തിലും പെട്ടെന്ന് സ്റ്റെയിൻ പിടിക്കും ഇല്ല, നമ്മൾ ചില ഇതൊക്കെ. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നഖത്തിലൊക്കെ നമ്മൾ ഈ ഫംഗ്ഷന് മുന്നേ ഒരു ബേസ് കോട്ട് നെയിൽ പോളിഷ് ഇടുന്നത് നല്ലതായിരിക്കും. അതായത് ട്രാൻസ്പെറൻറ്റ് അതിട്ടിട്ട് അതിട്ടിട്ട് അപ്ലൈ ചെയ്ത് നമ്മൾ ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. നെയിൽ പോളിഷ് ഇട്ടാലും ചിലപ്പോൾ അതിൻ്റെ ചുവപ്പൊക്കെ ഇടുകയാണെങ്കിൽ മഞ്ഞൾ കൊണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കളർ ചേഞ്ച് ആവും, ഒരു യെല്ലോ ഷെയ്ഡ് വരും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ആ ദിവസം നെയിൽ പോളിഷ് അവോയ്ഡ് ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. ഇപ്പം ഇങ്ങനെ നമ്മൾ നഖത്തിലായി പോകുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം പിറ്റേ ദിവസമാണല്ലോ നമ്മൾ കുറച്ച് സമയം കിട്ടുന്നത്, ആ സമയത്ത് നമ്മൾ നഖത്തിനിടെ ബേക്കിംഗ് സോഡയില്ലേ അത് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ നഖത്തിലൊക്കെ നമ്മൾ ടൂത്ത് ബ്രഷോ പഴയ ബ്രഷോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ നെയിൽ പോളിഷിങ് ബ്രഷ് എടുത്ത് നന്നായിട്ട് ഉരച്ച് നമുക്കത് കഴുകിക്കളയാൻ പറ്റും. അതാണ് സേഫായിട്ടുള്ള കാര്യങ്ങൾ. ഹൈഡ്രജൻ പെറോക്സൈഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഇത് തന്നെ ബേക്കിംഗ് സോഡയാണ് കുറച്ചുകൂടെ സേഫായിട്ടുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ ഒരു സ്ക്രബിങ് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇത് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ എവിടെയൊക്കെയാണ് നമ്മൾ മഞ്ഞളായാലും സാരമില്ല, അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് നമ്മളിപ്പോൾ എന്ത് ഓയിലായാലും ആയുർവേദിക്കിൻ്റെ ഓയിലായാലും അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിലും നല്ലെണ്ണയാണെങ്കിലും ഒലീവ് ഓയിലാണെങ്കിലും ആൽമണ്ട് ഓയിലാണെങ്കിലും എന്ത് ഓയിലാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അത് ഫുൾ ബോഡി അപ്ലൈ ചെയ്തിട്ട് ഫേസ് നമ്മൾ അന്നത്തെ ദിവസം നന്നായിട്ട് അങ്ങ് ഒരു സ്ക്രബിങ് കൊടുത്ത് കുളിച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റെയിൻ കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും. കല്യാണത്തിന് ഇതിൻ്റെ സ്റ്റെയിൻസ് ഒന്നും കാണത്തില്ല. എല്ലാവർക്കും ഈ വീഡിയോ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ് ഇനി അറ്റൻഡ് ചെയ്യാൻ, അതായത് ഹൽദി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യണം. കാരണം നേരത്തെ കിട്ടിയിട്ടേ കാര്യമുള്ളൂ, നമ്മളത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്ന് പറയേണ്ട കാര്യമില്ല. അതിന് മുന്നേ ഉള്ള പ്രിക്കോഷൻസും എല്ലാം നോക്കിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെയിൻ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ മാറ്റാൻ പറ്റും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടേക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച്.